ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28ാം ഓണത്തിന് നമ്മൾ അഷ്ടമുടി അമ്പലത്തിൽ പോകും. കൊല്ലക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട അമ്പലമാണ് കേട്ടോ 28ാം ഓണത്തിന് അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇന്ന് അങ്ങോട്ട് കേട്ടോ അമ്പലത്തിലേക്ക് പോവുകയാണ്. എല്ലാ കൊല്ലവും പോവും കേട്ടോ, എല്ലാ കൊല്ലവും ആ അമ്പലത്തിൽ പോവും. പിന്നെ ആ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോകാം. അപ്പോൾ അമ്പലത്തിൽ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും, എന്ത് സാധനം വേണമെങ്കിലും അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ അത്രമാത്രം കച്ചവടക്കാർ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ കച്ചവടക്കാർ, ഇഷ്ടം പോലെ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ അമ്പലത്തിലെ അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം 28ാം ഓണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരു വർഷം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ഇപ്പം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ 2-ാം തീയതി ആയപ്പോൾ എനിക്ക് ഒരു വർഷമായി കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ വീഡിയോ ആണ് 28ാം ഓണത്തിന് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഉരുൾ നേർച്ചയാണ് കേട്ടോ, ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ 10 മണിയായി. അങ്ങനെ അമ്പലത്തിൽ വന്ന് അപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ കൊണ്ടപ്പോഴത്തേക്ക് നല്ല വിയർത്തു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അമ്പലത്തിലെ കച്ചവടക്കാരെയും സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഇതാണ് സ്നാക്സ് വിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഗ്ലാസ്, വാച്ച്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചുങ്ങൾക്കുള്ള മാല, വലിയവർക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള മാല, പേള് മാലകൾ, അങ്ങനെ പലതരം കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഇവിടെ കയറിയാൽ സമയം പോകുന്നത് അറിയത്തതേ ഇല്ല. ഒരുപാട് ടൈം അങ്ങ് ഇവിടെ സ്പെൻഡായി പോകും നോക്കി. പിന്നെ ബാഗിൻ്റെ സൈഡിൽ വന്നപ്പോൾ നമുക്ക് തുമ്പിക്കൊരു ബാഗ് മേടിച്ചായിരുന്നു കേട്ടോ. തുമ്പിക്കൊരു ബാഗൊക്കെ മേടിച്ച് അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല അടിപൊളി സദ്യയൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ പായസം ഉള്ളായിരുന്നു വെക്കാൻ കേട്ടോ. പായസം ഞാനല്ല വെച്ചത്, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നേ ഉള്ളേ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് ഇളക്കിയതാണ്, ഞാൻ വെച്ചതല്ല കേട്ടോ പായസം, അതും അമ്മ തന്നെയാണ് വെച്ചത്. അപ്പോൾ സദ്യക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് കാണിച്ചത്. ചോറ്, പപ്പടത്തിൻ്റെ പാത്രം തുറന്നപ്പോഴേ തുമ്പി ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഞാൻ പപ്പടത്തിൻ്റെ പാത്രം തുറന്ന് വീഡിയോ കാണിക്കാനായിട്ട് വന്നപ്പോഴേ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ചാറുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, അപ്പോൾ അച്ചാറുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ, തോരൻ, പരിപ്പ്, ചിക്കൻ കറി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഇലയിലാണ് പായസം കുടിക്കുക. പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു കൊച്ചൊരു കിണ്ണത്തിനകത്ത് പായസമൊക്കെ ഒഴിച്ച് കുടിച്ച്. പക്ഷേ പൊള്ളിപ്പോയി ഗൈസ്, എൻ്റെ നല്ലതുപോലെ പൊള്ളി കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ടാറ്റ, ഓക്കെ, ബൈ.